ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു 11-12 ഇടയ്ക്ക് എൻ്റെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ കേട്ടല്ലോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രൈഡ് സഫ്ന കേട്ടോ. ഇത് കുറേ കാലമായിട്ട് ഈ വീഡിയോ എൻ്റെ ഗാലറി കിടക്കുന്നു. അവൾ എനിക്ക് മിക്കവാറും മെസ്സേജ് അയച്ചിട്ട് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷേ എന്തൊക്കെയോ കുറച്ച് കാരണങ്ങളാൽ ഞാൻ ബിസി ആയതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സഫാൻ എനിക്ക് കുറച്ചുകൂടെ പ്രിയപ്പെട്ട ഒരു ബ്രൈഡാണ് കേട്ടോ. കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ബ്രൈഡ് കൂടിയാണ് സഫാൻ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ആള്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്യുന്നതും നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല. അത്രത്തോളം നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ സഫാന. 3-4 മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുൾ പേയ്മെൻറ്റും തന്ന് സെറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് തന്നെ ഇപ്പം തന്നെ എത്ര പേയ്മെൻറ്റ് തന്ന് സെറ്റിലാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് വലിയ ഉത്തരവൊന്നുമില്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്ന രീതിയിലായിരുന്നു കേട്ടോ ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും മാസങ്ങൾക്ക് മുമ്പ് ഫുൾ പേയ്മെൻറ്റ് തന്ന് സെറ്റിലാക്കുക എന്നുള്ളത്. സഫാനക്ക് നമ്മൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആ യെല്ലോയിഷ് ടോണ് വേണ്ട, ഇനി ലിപ്പ് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായാൽ മതി, നല്ല ലുക്കായി മതി, ഞാൻ സുന്ദരിയായി മതി, അത്രയൊക്കെ ഉള്ളൂ. ബുദ്ധിമുട്ടാവുണ്ടോ ചോദിക്കും? ലൈറ്റ് ബുദ്ധിമുട്ടാവുണ്ടോ? ഇല്ല. ബ്രൗണ് വൈറ്റിന് എന്ത് രസം ഉണ്ടാവുക? ആട്ടുള്ളൂ. ആളുടെ പ്രിഫറൻസ് ഒക്കെ കേട്ടല്ലോ. ഇനി നമുക്ക് മേക്കപ്പിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ലെൻസ് വെച്ച് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളുടെ കൂട്ടുപിരികായതുകൊണ്ട് തന്നെ അധികമൊന്നും നമ്മളിങ്ങനെ കൊച്ചിൻ അനീഫിനെ പോലെയൊന്നും ആക്കാതെ ആളുടെ പ്രിഫറൻസ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഐലിഡ്സ് മൊത്തം കൺസീൽ ചെയ്യുക എന്നുള്ളതാണ്. ചിലവർക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കൺസീൽ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കൺസീലർ മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ആൾക്ക് വലിയ ഡിസ്കളറേഷനോ കാര്യങ്ങളൊന്നും ഫേസിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കൺസീലർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒട്ടിച്ച ടേപ്പ് എന്ന് പറയുന്നത് മാസ്കിംഗ് ടേപ്പ് എന്നാണ് കേട്ടോ പറയുക. ഇത് കുറേ പേരെൻ്റെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ടേപ്പ് ഒട്ടിക്കുന്നതെന്ന്. ഒന്ന് ഐ ഷാഡോ ഒന്ന് പ്രിസൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മാസ്കിംഗ് ടേപ്പ് നമ്മൾ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അതല്ലാതെ ഈ സെല്ലോ ടേപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കംഫർട്ടബിൾ സ്കിന്നിന് മാസ്കിംഗ് ടേപ്പാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കൺസീലറിന് ശേഷം ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഐ ഷാഡോ ഇടാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിട്ട കൺസീലർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. ഈ ബബിൾസ് പോലെ നമുക്ക് വരാൻ തുടങ്ങും. അതിന് ബബിൾസ് അല്ല, ഇങ്ങനെ തരുതരു എന്നുള്ളൊരു ഷേപ്പിൽ വരും. അതിനാണ് നമ്മൾ പൗഡർ വെച്ച് നന്നായി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പിങ്ക്, ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ആൾ ചൂസ് ചെയ്തിട്ടുള്ള സാരി വൈറ്റ് സാരി ആയിരുന്നു. നോർമലി മുസ്ലിം ബ്രൈഡ്സ് വൈറ്റ് സാരി ചൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. പക്ഷെ ആൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എനിക്ക് എൻ്റെ വെഡ്ഡിങ് ഡേക്ക് വൈറ്റ് സാരി തന്നെ വേണം എന്നുള്ളതിൽ. ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ജെൽ ഐലൈനർ കൊണ്ട് ജസ്റ്റ് ഒരു വിങ് വരയ്ക്കുകയാണ്. ഈ വിങ് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ആ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ ആ വിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ടും അത് റിമൂവ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺസീലർ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതായിരിക്കും. അപ്പം ജെൽ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ ഐലിഡ്സ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഉള്ളിൽ കൂടെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം കണ്ണ് ഒന്നും കൂടെ ഓപ്പണായി നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കണ്ടിട്ട് അതൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ വെച്ച് നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യുന്ന ടൈമിൽ താഴേക്ക് സ്മഡ്ജ് ആവാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ജെൽ ഐലൈനർ നമുക്ക് ഇംഗ്ലോട്ടോ അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടി, മേബിലിൻ അങ്ങനെ കുറേ ജെൽ ഐലൈനേഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കാജലും നമുക്കിതിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. കാരണം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നോർമൽ കാജൽ അപ്ലൈ ചെയ്താലും ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് 2 കണ്ണിലും ഇതേപോലെ തന്നെ ആ വൈറ്റ് പാർട്ടിൽ ഞാൻ നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐ ഷാഡോ ഇന്ന കളറിൽ വേണം അല്ലെങ്കിൽ ഈ ഒരു ടോണിലായിരിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള പ്രിഫറൻസോ കാര്യങ്ങളൊന്നും ആൾക്കില്ല കേട്ടോ. ആളിനെ കാണാൻ മൊഞ്ചത്തിയായിട്ടുണ്ടാവണം. അതായിരുന്നു ആൾക്ക് ഏക ഒരു പോയിന്റ്, മീൻസ് ആളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നല്ല ഗ്ലോ വേണം, നല്ല ഗ്ലാസ് സ്കിൻ ഫിനിഷ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോയിൽ കുറേ ടോ എന്ന് വരുന്നുണ്ടല്ലേ.
ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. മാക്സിമം ഞാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രിസൈസായിട്ട് ജെൽ ലൈനർ വെച്ച് വരച്ചത്, അത് റാൻഡമായിട്ട് വരച്ചാൽ മതി. ഭയങ്കര നമ്മളൊരു ഐലൈനർ വെച്ച് വരയ്ക്കുന്ന പോലെ ഒരു കറക്റ്റ് ലൈനൊന്നും വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. അതിന് മേലെ നമുക്ക് ഒരു ബ്ലാക്ക് ഐ ഷാഡോ കൊണ്ട് മീൻസ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും നമ്മുടെ ഐസിന് കിട്ടുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്ത് വെക്കുമ്പോൾ വേറൊരു ഫീലും, സ്മഡ്ജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളൊരു ഫീലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ജെൽ ഐലൈനറിൻ്റെ മേലെ ഒരു കാജൽ നമുക്ക് കിട്ടും. കാജലല്ല, ഒരു പൗഡർ ഐ ഷാഡോ പോലെ. അത് വെച്ചിട്ട് അത് ആക്ച്വലി അത് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതെടുത്തിട്ടാണ് കേട്ടോ ഇവിടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഷാഡോ വെച്ച് തന്നെ സ്മഡ്ജ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഡാർക്ക് കളർ കൺസീലറില്ല ഐ ഷാഡോ യൂസ് ചെയ്ത് സ്മഡ്ജ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഐ ലുക്കുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ലാഷസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ലാഷസിന് യൂറോ പാരീസ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒരുപാട് പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഗ്ലിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റിൽ ഒരു ഗോൾഡൻ കളർ ഷിമ്മർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ആളുടെ സാരി വൈറ്റും ഗോൾഡനും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ വെച്ചിട്ട് ഇന്നർ കോർണർ ടു മിഡ് ഓഫ് ദ ഐലിഡാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ കട്ട് ക്രീസ് ചെയ്തിട്ട് ഗ്ലിറ്റർ ഇട്ടാലും അതെല്ലാം ഫുള്ളായിട്ട് ഗ്ലിറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ ആദ്യം കൊടുത്ത ഐ ഷാഡോ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് മാച്ചായി നിൽക്കുന്ന ഒരു ഐ ഷാഡോ വെച്ചിട്ടോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ യൂറോ പാരീസിൻ്റെ ഐലാഷസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഐലാഷസ് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഔട്ടർ കോർണറിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് പാക്കിൻ്റെ ഗ്ലൂ ആണ്. അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു ഐലാഷ് ഗ്ലൂ ആണ് കേട്ടോ പാക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉണ്ടല്ലോ അതിങ്ങനെ എന്റെ ഇതൊക്കെ വരലില്ലേ, മുടിയൊക്കെ എന്തോ പോലിരിക്കണോ. അപ്പൊ ഗൈസ് എൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഗൈസ് സെറ്റായില്ലേ. അതിന് നല്ല തുറന്നിരിക്കട്ടെ. തിളങ്ങട്ടെ. ലേറ്റ് കുറച്ച് ലേറ്റ് ഇല്ലാത്തല്ലേ പുറത്തെത്തി കഴിഞ്ഞ് തിളങ്ങും. ആ തിളങ്ങാറാവണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് നന്നായി തിളങ്ങി നിൽക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മോയ്സ്ചറൈസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എംബ്രിയോലിസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസർ പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ടൊരു പ്രൈമർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇടാം, ഓപ്ഷണലാണ് കേട്ടോ. അതിനുശേഷം പിൽഗ്രിമിൻ്റെ 24K ഗോൾഡ് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു ഗ്ലോ കിട്ടുന്ന പോലെ തോന്നും. നമ്മൾ ഈ ലൂമി ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനൊരു ഗോൾഡ് ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ കിട്ടാറ്. പിന്നെ ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് മാത്രം യൂസ് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. കാരണം ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുമ്പോൾ ഈ ഓയിൽ പ്ലസ് നമ്മളുടെ ഫേസിലുള്ള ഓയിലും കൂടെ ആവുന്ന സമയത്ത് ഒരുപാടായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡ്രൈ ടു നോർമൽ സ്കിന്നിന് മാത്രം ഈ ഒരു ഓയിൽ, അല്ലെങ്കിൽ ഈ ഓയിൽ എന്നല്ല പൊതുവേ എന്തെങ്കിലും ഓയിൽസ് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം കൊടുക്കുക കേട്ടോ. നോക്കി സംസാരിക്കണല്ലേ, സാരില്ല കുറച്ചേരം കേൾക്കേണ്ടി വരും. ഇത് ശീലായി സെറ്റ് പെയിന്റ് അടിക്കാൻ പോകുന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം കേട്ടോ. പെയിൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ആൾ ഫൗണ്ടേഷനാണ്. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കൊടുത്ത് ഡ്രൈ ആക്കി സ്കിന്നിലേക്ക് അബ്സോർവ് ആയതിന് ശേഷം മാത്രം അടുത്തൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അത് കൺസീൽ ചെയ്യാനൊന്നും കൂടുതലായിട്ട് ആളുടെ ഫേസിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫൗണ്ടേഷൻ ഇട്ട കവർ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലഷ് ഇട്ടതിന് ശേഷം അണ്ടർ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്സ് കാണാനില്ല, മിസ്സായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. മേലെ ഇട്ട ഐ ഷാഡോ തന്നെയാണ് താഴെയും ഇട്ട് സ്മഡ്ജ് ചെയ്തിട്ടുള്ളത്. അതും പ്ലസ് ഒരു സ്കിന്നിന് മേച്ചാവുന്ന ഒരു ഷെയ്ഡും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ മസ്കാര ഇട്ട് കൊടുത്താൽ കണ്ണ് നന്നായിട്ട് ഓപ്പൺ അപ്പായി നിൽക്കും.
ലേശം നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഒരു മേക്കപ്പ് ഫുള്ളായി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. അപ്പം ഒരു ന്യൂഡും അല്ല ഒരു പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഷെയ്ഡും അല്ലാത്ത ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലിപ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അണ്ടർ ഐസ് ക്രീസ് ആവാതിരിക്കാനായിട്ട് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗുച്ചി അപ്ലൈ ചെയ്യുകയാണ്. ഗുച്ചി ഞാൻ വാങ്ങിയിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മിഡാസ് എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എടി പിന്നെ മറ്റേ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വിളിക്കട്ടെ. അപ്പോൾ ആയിട്ടോ നിങ്ങൾ അത്ര മേക്കപ്പ് ഒന്ന് സെറ്റായപ്പോഴേക്കും ആള് റിലേറ്റീവ്സിനെയൊക്കെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോയ്ക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്സിൽ നമ്മൾ ലിപ് ഗ്ലോസ് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഫുള്ളായിട്ടൊരു ഗ്ലോ ഫിനിഷ് വേണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഗ്ലോസി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം PACൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്യൂയി ഫിനിഷ് വരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. പിന്നെ ഈ റൂമിലെ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. മാക്സിമം ഈ റിംഗ് ലൈറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ വൈറ്റ് യൂസ് ചെയ്യുന്ന മീൻസ് വൈറ്റ് ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ബ്രൈഡ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ഡാർക്കായ പോലെ തോന്നും. ഇതിൻ്റെ തന്നെ പുറത്തുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഉള്ളിലെ ലൈറ്റിലെയാണ്. ഇതല്ലാതെ സൺലൈറ്റിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ ഹിജാബി ബ്രൈഡായിരുന്നു കേട്ടോ. നമ്മൾ സാരി ഡ്രൈപ്പിങ്ങും ഓർണമെൻറ്റ്സും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സാരി വന്നിട്ട് ഫാമിലിയിൽ നിന്നായിരുന്നു, ഓർണമെൻറ്റ്സും ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഹിജാബ് റോൾ ചെയ്യായിരുന്നു കേട്ടോ. വൈറ്റ് ഹിജാബ് ചൂസ് ചെയ്യുന്ന എല്ലാ ബ്രൈഡ്സും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കളേഴ്സും ലൈറ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് അണ്ടർ സ്കാർഫ് ചെയ്യാനുള്ള ഷോള് വൈറ്റ് അല്ലെങ്കിൽ ക്രീമായിട്ട് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെയാണ് ആ ക്യാപ്പും ബ്ലാക്ക് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാക്സിമം ഒരു ബേജ് കളറോ അല്ലെങ്കിൽ ഒരു ക്രീം കളറൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള കയറി നിൽക്കുന്ന രീതിയിലുള്ള ഹിജാബാണ് കേട്ടോ ആവശ്യം. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കി ഹിജാബ് അങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സഫാനൻ്റെ 2 ഇവൻ്റാണ് കേട്ടോ കവർ ചെയ്യാനുള്ളത്. ഒന്ന് വെഡ്ഡിങ്ങും ഒന്ന് റിസപ്ഷനും. രണ്ടും സെയിം ഡേ തന്നെയായിരുന്നു. പക്ഷേ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ വീടും സഫാനൻ്റെ വീടും തമ്മിൽ നിറയെ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏർലി മോർണിംഗ് പോയി നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആൾ നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു നിയർ ബൈ ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞങ്ങൾ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ബ്രൈഡ്സൊന്നും നമുക്ക് അങ്ങനെ സംവിധാനമൊന്നും ചെയ്തു തരാറില്ല കേട്ടോ. പക്ഷേ സഫാന ഭയങ്കര സീറ്റുമായിരുന്നു. സഫാന മാത്രമല്ല കേട്ടോ, ആളുടെ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും ആളാണെങ്കിലും ആളുടെ ഫാമിലിയും എല്ലാവരും അടിപൊളിയായിരുന്നു. പറയാനായിട്ടൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ്. സെറ്റായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട്. ഇതിൽ കാണുന്നില്ലേ ഡേ ലൈറ്റിലും അതുപോലെ തന്നെ റൂമിലെ ലൈറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഈ സഫാനൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. നല്ല റീച്ച് ഉണ്ടായിരുന്ന ഒരു ബ്രൈഡ് കൂടിയാണ്. ആളുടെ റീൽസും വീഡിയോസും എല്ലാം ഭയങ്കര റീച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ വർക്കിന് ശേഷം ആളുടെ പിക്ചർ റെഫറൻസായി വെച്ചിട്ട് എനിക്ക് കുറേ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽസും അല്ലെങ്കിൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും എല്ലാം ഞാനിതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആർക്കെങ്കിലും നിങ്ങളുടെ വെഡ്ഡിങ് ഡേക്ക് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവിൻ്റെ വെഡ്ഡിങ്സിന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.